പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുണ്ടകളൊക്കെ അടിച്ച് അവശതാക്കിയ വിക്രം അതിനുശേഷം ഒരു കുണ്ട മാത്രം തലവൻ വന്ന് പറയുന്നുണ്ട്, മക്കളെ ഇവളെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ടാണോ ഇത്രയ്ക്കും പാട് എന്നും പറഞ്ഞ് വേദനെ തൊടാൻ ചെല്ലുമ്പോൾ അയാളുടെ കൈ പിടിക്കുന്നത് വിക്രമാണ്. അതിനുശേഷം അയാളെ തല്ലി എൻ്റെ വീട്ടിലെ പെണ്ണിനെ തൊടാറായോടാ എന്ന് ചോദിച്ചിട്ട് കുത്താൻ നോക്കുമ്പോഴാണ് വേദ തടയുന്നത്. വിക്രം എന്ന് വിളിക്കും. അപ്പോൾ വിക്രം അത് വേണ്ടാന്ന് വയ്ക്കും. അതിനുശേഷം അയാൾ പിന്നാലെ വന്ന് വിക്രത്തിനെ കുത്താൻ നോക്കുമ്പോഴും വേദ അത് കാണുന്നുണ്ട്. വേദ തടയുന്നുണ്ട്. വിക്രം എന്ന് വിളിക്കുമ്പോൾ വിക്രം തിരിയും. ആ കുത്ത് കൈമലാണ് കിട്ടുന്നത്. അതിനുശേഷം അയാളെ വിക്രം ദേഷ്യത്തോടെ അടിച്ച് അവശതയാക്കുന്നുണ്ട്. പിന്നീട് വേദ ഓടി ചെന്ന് വിക്രത്തോട് പറയുന്നു, ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത് നിന്നോട് നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാൻ. എനിക്കൊരു പെണ്ണ് സെറ്റാവില്ല. എൻ്റെ ജീവിതത്തിലൊരു പെണ്ണിനെ ഞാൻ വേണ്ടാന്ന് വെച്ചത്. എൻ്റെ അച്ഛൻ പറയുന്ന പോലെ നാളെ ആരുടെയെങ്കിലും കത്തിക്കിരയാവുണ്ടവനാണ് ഞാൻ. ഏതെങ്കിലും റോഡിൽ മരിച്ചു വീഴേണ്ടവനാണ്. അതിൻ്റെ ഇടയിലൊരു പെണ്ണും പ്രാരാബ്ദവും കുട്ടികളും ഒന്നും എനിക്ക് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, വായോ നമുക്ക് ഇന്ന് ഡോക്ടറെ അടുത്ത് പോവാം, ഒന്ന് മുറിവ് വെച്ച് കിട്ടിയെങ്കിലും ചെയ്യുന്നു പറഞ്ഞപ്പോൾ വിക്രം ഒരു തുണി എടുത്ത് കൈമൊക്കെ ചുറ്റുന്നുണ്ട്. അതിനുശേഷം ബാ കയറുമെന്ന് പറയുമ്പോൾ വേദ വേഗം വണ്ടിയിൽ കയറും. തിരിച്ച് വീട്ടിലേക്കാണെന്ന് വിചാരിച്ച് പോകുന്നത്. പക്ഷേ എവിടേക്കാണ് പോകുന്നതെന്ന് പകുതി എത്തിയപ്പോൾ തന്നെ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. വേദയുടെ വീടിൻ്റെ ഗേറ്റ് എത്തിയപ്പോൾ തുറക്കാൻ പറയും വിക്രം. എന്തിന്, ഇവിടേക്ക് വരാനാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് കേൾക്കടി എന്ന് പറഞ്ഞ് വേദ എന്നോട് ആജ്ഞാപിക്കിന്. വേദ അപ്പോൾ വാതിൽ ഗേറ്റ് തുറക്കുന്നുണ്ട്. അപ്പോൾ ഗേറ്റ് തുറന്ന് വേദയും വിക്രവും വരുന്നത് മുകളിൽ നിന്ന് തന്നെ ചേട്ടൻ കാണുന്നുണ്ടായിരുന്നു. അയാൾ വേഗം താഴത്തേക്ക് ഇറങ്ങി വരും. അതിന് മുന്നേ തന്നെ വിക്രം കോണിമ്പെല്ലടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ വീടിന് അമ്മയും ചേട്ടത്തിമാരൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജയും പറയുന്നുണ്ട്, എത്ര നേരമായി അമ്മയെ കൊണ്ടുപോയിട്ട് വേദന, എനിക്കൊരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് എന്നിന് മോളെ ഞാനും പറയുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദിനി മാത്രം പറയുന്നുണ്ട്, പിന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയതാവുള്ളൂ, അല്ലാണ്ട് എന്തെന്ന് പറഞ്ഞപ്പോൾ അത് കമലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കമല പറയുന്നുണ്ട്, ദേ കരുനാക്ക് വളച്ച് നീ ഒന്നും പറയരുതിട്ടാന്ന് പറയും. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്, അപ്പോൾ അമ്മ അവളെ വിളിച്ച് കയറ്റിയത് ശരിക്കും മരുമോളായിട്ടാണോ എന്ന് പറഞ്ഞപ്പോൾ അതെ അങ്ങനെ തന്നെയാണ് എന്ന് പറയും. എൻ്റെ വിക്രത്തിന് വേണ്ട ഒരു ജീവിതം എന്ന് ചോദിക്കുമ്പോൾ അത് ശരി, അപ്പോൾ അമ്മയുടെ മനസ്സിലിപ്പോൾ ഇങ്ങനെയുള്ളതെന്ന് പറയും. ഒരു പക്ഷേ വേദ വരുന്നത് വിക്രത്തിൻ്റെ ജീവിതം നേർവഴിക്ക് കൊണ്ടുവരാനാണെങ്കിലോ എന്ന് കമല പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അത് തന്നെയാണ് അമ്മ എൻ്റെ മനസ്സും പറയണേന്ന് പറഞ്ഞു. കണ്ടാ നിനക്ക് തോന്നിയില്ലേ മോളെ എന്നൊക്കെ പറയും. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് വേദന ശരിക്കും മരുമോളായി കണ്ടു കഴിഞ്ഞു. എന്നാൽ വീട്ടിൽ കൊണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ മുറപ്രകാരമുള്ള കടമകളൊക്കെ ചെയ്തിട്ട് വേണം കൊണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന കമലേനെ നമ്മുടെ നന്ദിനി പരിഹസിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ കോണിമ്പല്ലടിയായിട്ട് വീട്ടിലെല്ലാവരും ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് വേദയും വിക്രവും വാതുക്കൽ നിൽക്കുന്നതാണ്. വേദന കണ്ടതോടെ ചേടത്തിയും മുത്തശ്ശിയും അനിയത്തിയും അതുപോലെ തന്നെ അമ്മയൊക്കെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോളെ നിനക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്, എന്താ അവിടെ തന്നെ നിൽക്കണ വായു എന്ന് പറയും. അപ്പോൾ എടാ നിനക്ക് എന്താണ് ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാനേ നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല, നിങ്ങൾ കുടിച്ചിട്ടൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ജഡ്ജി സാറിനെ വിളിക്കുക, എനിക്ക് അദ്ദേഹത്തിനെ കാണണം എന്ന് പറയും. അപ്പോഴത്തേനും അദ്ദേഹം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ സാറേ അതെ ഞാൻ സാറിൻ്റെ മകളോടൊരു തെറ്റ് ചെയ്ത്, സാറിനോടും തെറ്റ് ചെയ്ത്, അറിയാത്ത അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതെന്ന്. അതെ ഒരു നയാ പൈസര കേടുപാട് പോലുമില്ലാണ്ട് നിങ്ങളെ മോളെ ഇവിടെ ആക്കിയിട്ടുണ്ട്. എനിക്ക് സെറ്റാവില്ല, എൻ്റെ വീട്ടുകാർക്കും സെറ്റാവില്ല. നിങ്ങൾക്ക് സൊസൈറ്റിയിലുള്ള സ്ഥാനവും മാനവും അഭിമാനവും ഒക്കെ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ഇവളിവിടെ കൊണ്ടാക്കിയേക്കണ്. നിങ്ങളുടെ മോൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം മാത്രം കൊടുത്തിട്ടുള്ളൂ, വിവരം എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടില്ലേ. അല്ലെങ്കിൽ പിന്നെ ഈ മഞ്ഞച്ചരടിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ നിരാഹാര സമരം എടുക്കുമോ എന്നും പറഞ്ഞതേ ഞാൻ ഇവിടെ ആക്കി പോകട്ടാന്ന് പറയും. ആ സമയത്ത് വേദ പറയുന്നുണ്ട്, വിക്രം നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ എനിക്കല്ലടി തലയ്ക്ക് വട്ട്, നിനക്കണ് അല്ലെങ്കിൽ ഒരു മഞ്ഞച്ചരടിൻ്റെ പേരും പറഞ്ഞ് സ്വന്തം ജീവിതം കളഞ്ഞ് ആ വീട്ടിൽ വന്ന് നിൽക്കുമോ എന്ന് ചോദിച്ചിട്ട് ഗുഡ് ബൈ എല്ലാവരോടും. സാറേ ഞാനും സാറും തമ്മിൽ ഒരു പ്രശ്നമില്ല കേട്ടോ, സാറിൻ്റെ മുതലിനെ ഞാൻ ഇവിടെ വിട്ടിട്ട് പോണ്, വീണ്ടും വീണ്ടും പറയുന്നു ചെയ്ത തെറ്റിന് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രം വണ്ടിയിൽ കയറുമ്പോൾ മോനെ നിൽക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇല്ല മുത്തശ്ശി എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് തൊഴുതുകൊണ്ട് വിക്രം പോകും. കണ്ടില്ലേടി ഇതേപോലെ നട്ടപ്പാതിരയ്ക്ക് നിന്നിവിടെ കൊണ്ടാക്കിയവനാണ് അവൻ. ഇവന് വേണ്ടിയിട്ടാണോ നീ വീട്ടുകാരെയും നല്ലൊരു ഭർത്താവ് ആവാൻ പോകുന്നവനെ ഉപേക്ഷിച്ച് പോയെന്നൊക്കെ ചോദിക്കും. അതിനുശേഷം ശങ്കരനാരായണൻ അകത്തേക്ക് പോകും. വേദന എല്ലാവരും കൂടെ പിടിച്ച് അകത്ത് കയറ്റി മുത്തശ്ശിയുടെ മടിയിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്നുണ്ട് വേദ. ആ സമയത്ത് മുകളിൽ നിന്ന് വീണ്ടും അച്ഛൻ വരും, അകത്ത് കയറിയോ എന്ന് ചോദിക്കും. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, മഞ്ഞച്ചരട് അങ്ങ് കഴിച്ച് കളഞ്ഞ് എൻ്റെ മോളായിട്ട് ഇവിടെ ജീവിക്കാൻ നോക്ക്.
എന്ന് പറഞ്ഞപ്പോൾ വേദമൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾ വിചാരിക്കും റൗഡി നിങ്ങൾ ഒരാളെ വില കുറച്ച് കാണരുത് അയാളുടെ സ്വഭാവം കൊണ്ട് മാത്രം. അയാളുടെ മനസ്സും സ്വഭാവമൊക്കെ ശരിക്കും തിരിച്ചറിഞ്ഞവളാണ് ഞാനെന്ന് വേദ പറയും. നീ എങ്ങനെ തിരിച്ചറിഞ്ഞെന്ന് നീ പറയണേന്ന് ചോദിക്കും ചേട്ടൻ. ആ സമയത്ത് തന്നെ പറയും സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ വിക്രം വേദനയും കൊണ്ടുപോയി തടഞ്ഞതും തൊടാൻ പോയതും തൊടാൻ പോലും സമ്മതിക്കാഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ പക്കൽ ഞാൻ സുരക്ഷിതമാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അനിയത്തിക്ക് ദേഷ്യം വരും. അത് ശരി അയാൾ ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ ചേച്ചീനെ രക്ഷിച്ച് അത് ശരി സമ്മതിച്ചു. അതുകൊണ്ട് വലിയ മാസമായി കാണുന്നത് ചേച്ചി. അപ്പോൾ ചേച്ചി ഈ താലി കെട്ടിയിട്ടും ചേച്ചിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്ന ദർശൻ ചേട്ടനെ ചേച്ചി മറന്നോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ ദേഷ്യം വരുന്നുണ്ട്. അയാളും പറയുന്നുണ്ട് ആരും ഇവള് ഒന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നിർബന്ധിക്കേണ്ട. അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞ കാര്യം അംഗീകരിച്ച് ഇവിടെ നിൽക്കുമെന്നുണ്ടെങ്കിൽ നിന്നാൽ മതി. എൻ്റെ വീട്ടുകാരും നിർബന്ധിക്കരുതെന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് പോകും. ഭാര്യനെയും വിളിച്ച് പോകും. അപ്പോൾ ചേട്ടനും ചേട്ടത്തിയും പറയുന്നുണ്ട് എടി ആ വന്നവർ അവൻ പറഞ്ഞയച്ചതല്ല ശരി സമ്മതിച്ച്. പക്ഷെ അവൻ്റെ ശത്രുക്കളാണല്ലോ. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നീ സുരക്ഷിതല്ല മോളെ എന്ന് പറഞ്ഞ് ചേട്ടത്തി പറയുമ്പോൾ അനിയത്തിയും പറയുന്നുണ്ട് ദർശൻ ചേട്ടനെ മറക്കരുത് ചേച്ചി. ഇത്ര അധികം സ്നേഹിച്ചിട്ട് അദ്ദേഹത്തിന് ചേച്ചി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേദ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. പക്ഷേ അതൊന്നും വേദയുടെ മനസ്സിലേ പോകുന്നില്ല. അങ്ങനെ ചേട്ടനും ചേട്ടത്തിയൊന്നും ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തന്നെ വീണ്ടും മുത്തശ്ശിയോട് പറയുന്നു മോളെ എന്താ നിൻ്റെ തീരുമാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അങ്ങനെ വേദ ഇങ്ങനെ വിഷമിച്ച് മുത്തശ്ശി ഇങ്ങനെ നോക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.